അത് ഒരുപക്ഷെ ഈ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം വളരെ റെലവൻ്റ് ആകുന്നത് തന്നെ അവർ ഈ വിഷയത്തെ ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഈ വിഷയത്തെ അവർ സൃഷ്ടിച്ച ഒരു റിബൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പേസ്, അവർ സൃഷ്ടിച്ച സ്പേസ് അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ പൊസിഷൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് ഈ മദർ മേരി എന്ന് പറയുന്ന പുസ്തകത്തിന്, കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അവർ ഒരു പരിധിവരെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പ്രസിദ്ധീകരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നർമ്മദയുടെ തീരത്തുടനീളം സഞ്ചരിക്കുന്നതും അതിനെ വളരെ എതിർത്തുകൊണ്ട് ഇവരെല്ലാം കൂടി ഈ NBA പ്രവർത്തകരെല്ലാം കൂടി ഡൽഹിയിലേക്ക് വരുന്നതും ഇവരതിൻ്റെ ഭാഗമായിട്ട് മാറുന്നതെല്ലാം ആ ഒരു ടൈമിലാണ്. അവിടെ നടക്കുന്ന വളരെ സട്ടിലായിട്ട് അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ തലതൊട്ടമ്മയായി നിന്ന മേധാ പതുക്കർ എന്ന് പറയുന്ന ആ വലിയ ഒരു ആക്ടിവിസ്റ്റ് അരുന്ധതി റോയ് വരുന്നതോടുകൂടി വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NBA എന്ന് പറയുന്നത് അരുന്ധതി റോയിയുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ അത് വല്ലാതെ അങ്ങ് മാറിപ്പോയി. ആ ഒരു പ്രശ്നം അവർ അരുന്ധതി റോയ് തിരിച്ചറിയുകയും അത് ഒരു അനിവാര്യമായ ഒരു പ്രശ്നമായിട്ട് അവരത് സ്വയം പ്രശ്നവൽക്കരിക്കുകയും ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ തുടരെ ഉണ്ടായ സംഭവങ്ങൾ, അത് കശ്മീരിനെ സംബന്ധിച്ചായിരുന്നാലും നമ്മുടെ മാവോയിസ്റ്റുകളെ സംബന്ധിച്ചായിരുന്നാലും ഉള്ള ഏതൊരു പ്രശ്നത്തിനെ എടുത്തു കഴിഞ്ഞാലും ഇവരുടെ സമീപനം ഒരു എഴുത്തുകാരി എന്നുള്ളതിനുപരി അവരുടെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രവർത്തകയാകണം എന്നുള്ളൊരു ബോധം അവരെ ഭരിക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ പഠിക്കുന്ന അരുന്ധതി റോയിയിൽ നിന്ന് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതി കഴിഞ്ഞ അരുന്ധതിയിലേക്കുള്ള ഒരു വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് പണം ആയിരുന്നു എന്ന് അരുന്ധതി റോയ് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. തൻ്റെ ഒരു ബോയ് ഫ്രണ്ടുമൊത്ത് ഒരു ചോളിൽ അല്ലെങ്കിൽ ഒരു ചാളയിൽ ഓൾഡ് ഡൽഹിയുടെ ഒരു പഴയ കോട്ടയുടെ ഒരു ചുമരിനോട് ചേർന്നിരിക്കുന്നതിൽ നിന്ന് തകരപ്പാട്ട അടിച്ചുണ്ടാക്കിയ ഒരു ചെറിയ മുറിയിൽ താമസിക്കുന്നതിനെക്കുറിച്ച് അരുന്ധതി പറയുന്നുണ്ട്. നിസാമുദ്ദീനിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലുള്ളൊരു ബർസാത്തിയിൽ താമസിക്കുകയും അവിടെ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന് മുട്ടുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് അരുന്ധതി റോയ് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കഷ്ടകാലത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അവർക്ക് നൽകിയ ഈ മില്യൺസ് ഓഫ് പൗണ്ട്സ്, ദശലക്ഷക്കണക്കിന് പൗണ്ടിൻ്റെ, ഇന്ത്യൻ റുപ്പിയിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അവരിലേക്ക് വന്നു ചേർന്നതോടുകൂടി ഈ പണമായിരുന്നില്ല തൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയും തൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിനെ കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് അവർ മുതിരുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മേരി റോയ് എന്ന് പറയുന്ന ഈ മാതൃവ്യക്തിത്വം ഒന്നുകൂടി പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. തനിക്ക് കിട്ടിയ സ്വതന്ത്ര വിദ്യാഭ്യാസം, തൻ്റെ അമ്മ നയിച്ച സ്വതന്ത്ര ജീവിതം, ഇത് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ഈ പണം കൊണ്ട് തനിക്കെല്ലാം നേടുവാൻ കഴിഞ്ഞോ, താൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നതോടുകൂടിയാണ് ഒരു സ്വാഭാവിക പരിണാമം എന്നുള്ള നിലയിൽ, ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പരിണതി എന്നതുപോലെ അരുന്ധതി റോയ് നർമ്മദ ബച്ചാവോ ആന്തോളനിലേക്ക് കടന്നു ചെല്ലുന്നത്. അവരെ ഒരു ദിവസം ജയിലിലിടുന്നത് കോടതി ലക്ഷ്യത്തിനാണ്. ഒരുപക്ഷെ മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഒരു ദിവസം പോലും ജയിലിൽ പോകേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ അവർ ജയിലിൽ പോകുന്നു. ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്നത് അവരാവശ്യപ്പെട്ടിട്ടല്ല, അവരിലൂടെ ഒരു ലോകമെമ്പാടും മാവോയിസ്റ്റുകളുടെ ഒരു ശബ്ദത്തിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിച്ച ആരുമാണ്. പിന്നെ പൊഖ്റാനിൽ അണുവിസ്ഫോടനം നടന്നപ്പോൾ എൻ്റെ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ദീർഘലേഖനം അവർ അരുന്ധതി റോയ് എഴുതുന്നത് ഇത്തരത്തിലുള്ളൊരു, തനിക്ക് തൻ്റെ സാഹിത്യ വ്യക്തിത്വത്തിനും സിനിമാ വ്യക്തിത്വത്തിനും കടന്നു നിൽക്കുന്ന ഒരു റോൾ ഈ സൊസൈറ്റിയിൽ നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയാണ്. സമ്പത്തിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ സമ്പത്ത്, പണം നൽകുന്ന അധികാരത്തെ, പണം നൽകുന്ന സുഖഭോഗങ്ങളെയൊക്കെ കവച്ച് കടന്നു നിൽക്കാനും അത് തൻ്റെ ഒരു ലക്ഷ്യമല്ല എന്ന് പ്രഖ്യാപിക്കാനും കഴിയുന്ന രീതിയിൽ അവർക്ക് വ്യക്തിത്വപരമായ
ഒരു മാറ്റം അത് സ്വയം ചിന്തിച്ചുറച്ചുണ്ടാക്കിയെടുത്തതാണോ, അതൊരു സ്വാഭാവിക ഓർഗാനിക് ആയിട്ടുള്ളൊരു പരിണതിയായിരുന്നോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ എന്നെപ്പോലെ വായിക്കുന്ന ഒരാളിന് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു പരിണാമം അവരിലേക്ക് സംഭവിച്ചു. അതിന് അടിവരയിടുന്ന ഒരു രംഗം അവർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തൻ്റെ അമ്മയുടെ പള്ളിക്കൂടം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ വലിയ പ്രഗത്ഭരായിട്ടുള്ള പല മേഖലകളിലും പ്രാഗൽഭ്യം സിദ്ധിച്ചവരായി സമൂഹത്തിൽ അവരുടെ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മാതാപിതാക്കളെല്ലാം വളരെ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, നമ്മുടെ മക്കൾ ഇവിടെ പഠിച്ചതുകൊണ്ട് ഇതായി. അപ്പോൾ അരുന്ധതി സ്വയം ചോദിക്കുന്നു, എന്നാൽ രാജ്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ തയ്യാറായ എത്ര കുട്ടികളെ എൻ്റെ അമ്മയ്ക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു? ഒരുപക്ഷെ അങ്ങനെ വാർത്തെടുക്കുന്നതിലൂടെ അല്ലേ ആ പഠനത്തിൻ്റെ പൂർണ്ണത കൈവരിക എന്ന് പറയുന്ന ഒരു ചോദ്യം അരുന്ധതി റോയ് ഉയർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഈ വ്യക്തിപരമായൊരു എവല്യൂഷനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒന്ന് സജീവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്.